ഹായ് എല്ലാവർക്കും അവർ ജേണി വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ റാസൽ ഗെയിമേലുള്ള ഷൂ കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വഴിയിലൊരു സ്ഥലത്ത് വണ്ടി പാർക്കിലൊക്കെ ഭക്ഷണം കഴിക്കാൻ ടൈം ആയതുകൊണ്ട് ഹോട്ടലുകളിലൊന്നും ചില ഹോട്ടലിൽ ഇത് കഴിക്കാൻ പറ്റുള്ളൂ, ചില ഹോട്ടലിൽ നമുക്ക് പാർസൽ. അപ്പോൾ ഞങ്ങൾ ദുബായിൽ നിന്ന് വരുമ്പോൾ തന്നെ പാർസൽ മേടിച്ചിട്ട് വന്നു. ഇത് നമ്മളിപ്പോൾ എത്രാമത്തെ ദുബായില് യു എയിൽ നമ്മൾ പിന്നെ ഇത് മൂന്നാമത്തെ സുഖാട്ടാ. ഞങ്ങളുടെ വീഡിയോ കയറി ചെക്ക് ചെയ്യട്ടെ. ഞങ്ങൾ ഈ മുന്നത്തെ 2 സുഖയിൽ ഇട്ടിട്ടുണ്ട്, ഉമ്മൽക്കോയിൽ സൂ, അലൈൻ സൂ, അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് സൂ ചെന്ന ശേഷം പറയാം. ഭക്ഷണങ്ങൾ പാർസൽ വെച്ചിട്ട് ചട്ടിച്ചോറ്. അപ്പോൾ നമ്മൾ ചട്ടിച്ചോറ് നമ്മൾ പാർസൽ മേടിച്ച കാരണം മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചട്ടി പോലത്തെ പ്ലേറ്റിലാണ് നമുക്കണം. അപ്പോൾ അതിൽ നമുക്കിത് ഒരു ഓംലെറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, ചാള വറുത്തതുണ്ട്, ചമ്മന്തി, പിന്നെ ഒരു മോരുകറി, സാമ്പാർ, മീൻകറി, പിന്നെ ഒരു തോരനുണ്ട്, പപ്പടുണ്ട്, പിന്നെ പായസവും സലാസും. ഭക്ഷണം കാണുമ്പോൾ വയൽ വെള്ളം വന്നില്ലേ? ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കഴിക്കട്ടെ. റമദായതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കാറിൻ്റെ ബാക്കിൽ ഇരുന്ന് കഴിക്കാൻ പോകുന്നു. എന്നുണ്ട് ടേസ്റ്റ് ഉണ്ടോ? ഭക്ഷണമെല്ലാം കഴിഞ്ഞ വർഷം ആൾക്ക് മേക്കപ്പ് വേണത്രേ. കട്ട മേക്കപ്പിലാ. വീട്ടിൽ നല്ല സാധനം എടുത്തുകൊണ്ട് കുറച്ച് കൂടി ഇട്ടിട്ടേ എവിടെയല്ല നമുക്ക് ഭക്ഷണം കഴിച്ച് ഉഷാറായില്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ സൂല് വെച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. റാസൽ ഖൈമ സൂല് പോണ വഴിക്ക് ഞങ്ങൾ ഈ ബോർഡ് കണ്ടപ്പോൾ നിർത്തി ബോർഡ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇത് ഗൾഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. ഇവിടെ ടാബ്ലറ്റ്, സിറപ്പ് ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് പറഞ്ഞ് മാത്രം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത്. ഇത് എല്ലാവർക്കും എക്സ്പോർട്ട് പോകുന്ന സാധനം തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ സൈൻ ബോർഡ് നടക്കാമെന്ന് വിചാരിച്ചല്ല കേട്ടോ. ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ സൂവിൻ്റെ മുന്നിലെത്തി കേട്ടോ. ഇന്ന് തിരക്ക് വളരെ കുറവാണ്. ഇന്ന് വീക്കെൻഡ് ആണെങ്കിൽ പോലും തിരക്ക് വളരെ കുറവ്. എനിക്ക് തോന്നുന്ന റമദാൻ ടൈം ആയതുകൊണ്ടാണെന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ 2 ജീപ്പ് കിടക്കുന്നുണ്ട്. അതും സൂപ്പർ കളറുണ്ട്. അപ്പോൾ ഞാനൊരു വണ്ടി പ്രാന്താണ്. ഏതൊരു വണ്ടി കണ്ടാലും അത് പഴയതായാലും പുതിയതായാലും ഇഷ്ടപ്പെട്ട അപ്പം എൻ്റെ വീഡിയോ എടുക്കും. പണ്ട് തൊട്ടുള്ള സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് വളരെ തിരക്ക് കുറവാണ്. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് ഇവിടെ പെർ ഹെഡിന് 40 ദിർഹമാണ് കേട്ടോ. എന്ന് മാത്രമല്ല ഇവിടെ ക്യാഷ് എടുക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഒരു ക്യാഷ് എടുക്കില്ല, കാർഡിൽ എപ്പോഴും പൈസ ഉണ്ടാവണം. കാർഡ് പേയ്മെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ തിരക്ക് വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതൊരു പ്രൈവറ്റ് സൂ ആണ് കേട്ടോ. ഒരു വ്യക്തിയുടെയാണ്, ഗവൺമെൻറ് അധീനത്തിൽപ്പെട്ടല്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഉള്ളിൽ കയറി ഓരോ മൃഗങ്ങളിലും ഓരോ പക്ഷികളായാലും എല്ലാത്തിൻ്റെ പേരോടെ കറക്റ്റ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കുരങ്ങ് വർഗത്തിൽപ്പെട്ട ഒന്നാണ്. പലതരം കുരങ്ങുകളുണ്ടല്ലോ, ഒന്ന് എടുത്ത് പറഞ്ഞത് മാത്രം. ഇവിടെ പല ഇനം വർഗത്തിൽപ്പെട്ട പക്ഷികളുണ്ട് കേട്ടോ. അത് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഈ തത്തമ്മ പോലത്തെയാണ്. കറക്റ്റ് അതിൻ്റെ പേരെനിക്കറിയില്ല. ഈ തത്തമ്മയുടെ വർഗത്തിൽപ്പെട്ട കുറേ ഉണ്ടല്ലോ. ഈ ഒറ്റയുടെ മുഖം കാണുമ്പോൾ തത്തമ്മേരെ പോലെ തോന്നിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തത്തമ്മ എന്ന് പറയുന്നത്. കറക്റ്റ് പേരറിയത്തോണ്ടാണ്. ഇത് നമ്മളെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്നാണ് കേട്ടോ. അടുത്തവൻ വന്നു. ഇന്നിവിടെ തിരക്ക് കുറവാട്ടെ. സൺഡേ ആയിട്ട് ഇവിടെ ആൾക്കാർ കുറവന്ന്. കാട്ടുപോത്താണ് കേട്ടത്, കാട്ടുപോത്ത്. ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. കിട്ടിക്കഴിഞ്ഞല്ലോ കടിച്ച് പൊളിക്കാൻ. ഒരു മനസ്സാക്ഷിയില്ലാത്ത കടിച്ച് പൊളിക്കാൻ.
സിംഹപ്പുലിയൊക്കെ കഴുത്തിലെ പിടിക്കുള്ളൂ. ഇത് ബാക്ക് സൈഡും ഇവിടെ ആദ്യം കടിച്ചു പൊളിക്കുക. അവിടെ ഒരു കുന്നം. എന്താ കാര്യം നിങ്ങളുടെ കാര്യം? അടിപൊളി സാധനം കിടക്കണ്ട 2 തണുപ്പൊന്നൊക്കെ നിൽക്കുന്നട്ടാ. വൈറ്റ് ലൈൻ എന്നിട്ടാണ് മാംസം നമ്മുടെ ഇവന്റെ കയ്യിൽ കിട്ടണ്ട. ഉറങ്ങാ 2 നല്ല ഉറക്കത്തില. അവരവിടെ പോയിരുന്നു. എന്തായാലും വലിപ്പം നോക്കിയേ. നല്ലോണം ഭക്ഷണം കൊടുക്കണ്ടാ. അങ്ങനെ ഇറങ്ങിട്ടാ മണ്ടിട്ടോട്ടാ അങ്ങോട്ടേക്ക് വന്നോണ്ടോ. ഹലോ കണ്ണു നോക്കിയാ വേഗം നോക്കണത് ചാടി പിടിക്കാൻ വേണ്ടിട്ട്. എന്താ കഴിയുണ്ടാട്ടാ തീർന്നണ്ട. ഒരുത്ത മുകളിലുണ്ട് കേട്ടോ. ലാസ്റ്റ് കിടക്കുന്നത് നല്ല 2 ഇരയിലും നിൽക്കണത്. പൊട്ടമണം മനുഷ്യന്മാരെ കഴുകണല്ലേ? കഴുകണുണ്ട് ഈകളുണ്ട്. ആ ഈകളുണ്ട് തൊട്ടപ്പുറത്ത്. അവിടെ കണ്ടിട്ടുണ്ട് 2 ഈകളുണ്ട്. നല്ല ഉറക്കത്തില്ല. കണ്ണു നോക്കിയേ. പിള്ളേര് ചിലവരുടെ കടന്നിട്ട് കയ്യൊക്കെ വേണ്ടിട്ടേ അവന്റെ കെടുപ്പ് നോക്കിയേ. കറക്റ്റ് ഉന്നം വെച്ച് നോക്കണം. വരി ചാടാ നിൽക്കണ വരി കണ്ടില്ലേ? നമ്മള് ഇത് 3ാമത്തെ സുഖമായി. പക്ഷെ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ടൈഗേഴ്സ് ആയാലും ലയനായാലും വലിപ്പമുള്ള ഇവിടെ തന്നെയാണ്. നമുക്ക് അത്രക്ക് സേഫ്റ്റി തന്നെ വന്നേക്കണം. അവിടുത്തെ ടിക്കറ്റ് പ്രൈസ് 40 ദിർഹം കേട്ടോ ഒരാൾക്ക്. കാർഡ് വേണം. ഈ സൂല് ഏറ്റവും കൂടുതൽ സിംഹങ്ങളാണ്. ലയൻസാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ ടിക്കറ്റ് അടക്കണമെങ്കിൽ ക്യാഷ് പറ്റില്ല കേട്ടോ. കാർഡ് വേണം, ബാങ്ക് കാർഡ് വേണം. ക്യാഷ് നോട്ട് അലൗഡ്. പാമ്പ് ഒറിജിനൽ നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ. നെറ്റുള്ളത് കൊണ്ട് കറക്റ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. മറ്റേ അലൈൻ സൂല് ഗ്ലാസ്സാണ്. ഈ നെറ്റുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് കിട്ടണില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൂടുതൽ ടൈഗറും ലയനാണ് ഏറ്റവും കൂടുതൽ. വിവിധ ഇനം ഉണ്ട്. ഇത് ബംഗാൾ ടൈഗറാണ് കേട്ടോ. ബംഗാൾ ഇവിടുത്തെ ടൈഗർക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കേട്ടോ.
ലയണയിലും ഒരുത്തൻ നിലത്ത് കിടക്കുന്നുണ്ട്, ഒരുത്തൻ മുകളിൽ കയറി കിടക്കുന്നുണ്ട്. സോറി, എനി ഫീസ്? ഹായ്, ഹൗ ആർ യു? വി ആർ ഹിയർ. ഹായ്. ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എന്തായാലും കൂടെ ഉള്ളത് എന്തായാലും ഉള്ളിൽ കാണും. കറക്റ്റ് ടൈം പോസ് ചെയ്ത് തന്നെ കേട്ടോ. പറയാം. ഇതിൽ മ്യൂസിക് ആയിട്ടുണ്ട്, ആട്ടങ്ങളെ ശബ്ദമുള്ള മ്യൂസിക് ആയിട്ടുണ്ട്. അത് കാരണം ആട്ടങ്ങളുടെ ഫോട്ടോ വീഡിയോ എടുത്തിട്ടില്ല. എൻ്റെ തല എനിക്ക് ഞാൻ തരില്ല, എത്ര കഴുത്ത് കിട്ടിയാലും. രേഖ ഒട്ടകത്തിനെ കണ്ടില്ല പറയുന്നില്ല, ഒന്നും പരാതി ഒട്ടകത്തിനെ കാണിച്ചതില്ല. മരുഭൂമിയിലാണ് വണ്ടി നിർത്തിയിട്ട് കണ്ടോ. ഇനി അപ്പുറത്തില്ലേ അവിടെ എന്താ വെച്ചാൽ വെള്ളം കുടിച്ചിട്ട് പോകാം. ഇതിനടുത്താ ഇതിനടുത്തെടുത്താ ആയതാ. വലിയ നോക്കണേ. ആ എന്നില്ല ഇതുപോലെ ചെയ്യാനുള്ള സാധനം അവർക്കറിയാം. ഞാൻ എടുത്ത് തുടങ്ങിയിട്ടില്ല. സൂവിൻ്റെ ഉൾവശമായി കാണുന്നത് ഇത് എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് തോന്നുന്നുണ്ട് ഈ സൂ. ഇത് മറ്റേതല്ലേ കൈതപ്പലി കട്ടിച്ച് പൊളിക്കണേ. ഒരു മത്സരത്തിലെത്ത സാധന. ഉച്ചക്കൊക്കെ നല്ല തീറ്റ പോത്തുണ്ടാ.
ഇത് സാധനം കാട്ടുപൂച്ചയാ വായ തുറക്കണ്ടില്ലേ? എത്ര മനോഹരമായിട്ടിവിടെ വരച്ചു വെച്ചുള്ളത് നോക്കിയേ. കഴിവ് സമ്മതിക്കണം, ആര് പഠിച്ചതാണെങ്കിലും. എത്ര പേര് ഒരുമിച്ച് താമസിക്കുന്നൊക്കെ. ആമയുണ്ട്, ആടുണ്ട്, നായ്ക്കുട്ടികളുണ്ട്, കുരങ്ങനുണ്ട്. നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, നല്ല ഒത്തൊരുമയില്. ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നുമില്ല. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ അല്ലേ? നായ്ക്കുട്ടികളും കുരങ്ങനും ആടും ഇതൊക്കെ ഒരുമിച്ചേ. ഈ ടൈഗറിൻ്റെ ഉള്ളിൽ നമുക്ക് ഒപ്പം ഇരുന്ന് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. ഇതിന് പെർ ഹെഡ് 100 ദിർഹമാണ് കേട്ടോ. ഞങ്ങൾ ചോദിച്ചു. ഇതിൻ്റെ ഒപ്പം വരാൻ നമ്മുടെ ഒപ്പം വരാൻ ട്രെയിനറുണ്ട്. ഇതിൻ്റെ ട്രെയിനർ പെർ ഹെഡ് 100 ദിർഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ എടുക്കാം. ഇതിൽ ഇത് വെച്ചാൽ താറാവല്ലേ രേഖ? താറാവുണ്ട്, പിന്നെ വേറെ ടൈപ്പ് ഉണ്ട് അല്ലേ? ഇത് താറാവല്ലേ ഇതൊക്കെ? പിന്നെ മറ്റേ സാധനമല്ലേ ആ കാര്യം നിന്നിട്ടില്ല? ഫ്ലൈങ് ആ അല്ലേ. ഇത് കൃത്രിമാന്നുണ്ടല്ലേ ഫ്ലവർ? ഇഷ്ടമായിരിക്കും. അപ്പോൾ ആരെയൊക്കെ ഉള്ള ഇവിടെ ഈ പഴയ വണ്ടിയുള്ള ഇതിനുള്ളിൽ പഴയ വണ്ടിയുള്ള സൈഡിലൊക്കെ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല, ചോദിക്കാൻ അവിടെ നമ്മളാരും കണ്ടില്ല കറക്റ്റ്. ബട്ട് തമിഴിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ആ വണ്ടിയുടെ സൈഡിലും തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഗ്രീൻ കളറിലെ വണ്ടിയിൽ. എന്താണെന്നറിയില്ല കറക്റ്റ്. കാരണം നമ്മളവിടെ ചോദിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആരും കണ്ടില്ല. വളരെ തിരക്ക് കുറവായിരുന്നു. സ്റ്റാഫിനും ആ പരിസരത്ത് കണ്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുത്തത്. ഞാൻ പറഞ്ഞില്ല, വണ്ടിയോട് കാണുമ്പോൾ എപ്പോഴും വീഡിയോ എടുക്കും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാണുമ്പോൾ. ഇവിടെ മുതലകൾ കിടക്കുന്നിടത്തൊക്കെ വെള്ളം വളരെ കുറവാണ്. എന്താണെന്നറിയില്ല. ഈ വശത്തെ വെള്ളമില്ല, വെള്ളം ഒഴിക്കാതെ ആണോ എന്താണെന്നറിയില്ല കറക്റ്റ്. ഏകദേശം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. കുറച്ചും കൂടി കണ്ട് തീർക്കാനുണ്ട്. ഏകദേശം ലാസ്റ്റ് ആവാറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ദുബായിക്ക് വിടും. അത് ഞങ്ങൾ അൽക്കയിൽ മലമ റോഡ് വഴിക്ക് പോവുക. ഇത് വഴിക്ക് ഇവിടെ ഈ പുതിയ ടൈഗറിന് ഇവിടെ ചങ്ങലക്ക് ഇട്ടുണ്ട് 2 എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അടുത്ത് പോയി നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാൻ തോന്നും. പക്ഷേ അതിനകത്ത് പേയ്മെൻ്റ് ഉണ്ട്.
വേറൊരു പുലിയുടെ അടുത്ത് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അതിനെത്ര 100 തർക്കം പറഞ്ഞ് പുലിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് തൊടാം, വീഡിയോ എടുക്കാം. അതൊരു കൂട്ടിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ പ്രശ്നം കാരണം കൊണ്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ നിന്നില്ല. അതിൻ്റെ ഒപ്പം നിന്നിട്ടാ. നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. ഏകദേശം ലാസ്റ്റ് ആവാറുണ്ട്. ഏകദേശം നമ്മൾ ഔട്ട് ടൗൺ ഏരിയയിലാണ് ആ ചെറിയൊരു ഗാർഡനൊക്കെ ഉള്ളത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 40 തരത്തിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. നല്ലൊരു ഏരിയയാണ്. ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടൈഗറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം, ഫോട്ടോ എടുക്കാം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ 100 തരണം. അതിനതിൻ്റെ ട്രെയിൻ ഇവിടെ ഉണ്ട്. നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ പ്രശ്നം കാരണം കൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഈ കാണുന്നതാണ് കേട്ടോ റാസൽ ഖൈമ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞങ്ങൾ റാസൽ ഖൈമ സൂ കണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ശരിക്കും വന്ന വഴിയല്ല, ജസ്റ്റ് റാസൽ ഖൈമ എയർപോർട്ടിൻ്റെ ഭാഗം ഒന്ന് വൈഫിനെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഈ വഴിക്ക് വന്നത്. ഞാൻ ട്രക്കായിട്ട് ഈ വഴിക്ക് പോകുന്നത് കൊണ്ട് എനിക്കറിയാം, വൈഫ് എനിക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. തിരക്കൊന്നുമില്ലാത്ത ആൾ. ഇവിടെ കൂടി വന്ന പാസഞ്ചേഴ്സ് വരുന്നത് ഈ ഫുജേറ അല്ലെങ്കിൽ റാസൽ ഖൈമ ഏരിയയൊക്കെ ആയിരിക്കും. ഓക്കെ, ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഫ്ലൈറ്റുകളെ കാണുന്നത്. ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന ഫ്ലൈറ്റുകളാണ് ഈ സൈഡിൽ കിടക്കുന്നത്. ഈ സൈഡ് സൈഡിൽ ഒതുക്കിയിട്ടുള്ളതൊക്കെ ഉപയോഗശൂന്യമായ ഫ്ലൈറ്റുകളാണ്. ഞങ്ങൾ റാസൽ ഖൈമന്ന് ദുബായ് പോണ വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വഴി കൂടെ ഈ സ്ഥലം കാണാൻ വേണ്ടി പാസ് ചെയ്തതാണ്. ഇത് അശോക ലേലൻ്റെ ബസ് ബോഡി വർക്ക്ഷോപ്പാണ്. ബസ് ബോഡി വർക്ക്ഷോപ്പ് മീൻസ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് പാർട്സുകളൊക്കെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്നത്. അവരുടെ വെയർ ഹൗസും വർക്ക്ഷോപ്പൊക്കെയാണ് ഈ ഭാഗത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വഴിക്ക് വന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു മനാമ അൽക്കയിൽ റോഡാണത്. ഇത് നേരെ ഇതിലേക്ക് വന്ന് കയറും. അപ്പോൾ നമ്മുടെ വൈഫിന് കാണിക്കാൻ വേണ്ടിയാണ് ഈ റൂട്ട് കൂടെ വന്നത്. ഈ ഏരിയ ഷാർജയുടെ സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് ദെയ്ദ് എന്നാണ്. ഇപ്പോൾ ഈ റമദാൻ ഇതുകൊണ്ട് ലൈറ്റ് തൊട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. വീഡിയോ വൈഫ് പതുക്കരുന്ന് അടുത്താണ്. ലൈറ്റോളാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഷാർജയുടെ ഏരിയയിൽ ദെയ്ദ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ദെയ്ദ് കുറച്ച് ഉള്ളിലേക്ക് നിൽക്കുന്ന സ്ഥലമാണ് ഷാർജയിൽ. ഞങ്ങൾ സൂ ഒക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ തിരിച്ചു നമ്മുടെ റൂമിന് മുന്നിലെത്തി. റൂമിനല്ല, നമ്മുടെ ബിൽഡിങ്, നമ്മൾ താമസിക്കുന്ന വീട് മുന്നിലെത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിക്കുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും. ബൈ ബൈ.